മധുസൂദൻ എന്ന നമ്മുടെ പ്രേക്ഷകൻ പറയുന്നുണ്ട്, കൊട്ടാരക്കര ലവ് ജിഹാദ് പ്രതിയെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന്. ഒപ്പം പീഡനവീരൻ വേടനെ സംരക്ഷിക്കാതെ പീഡനത്തിനിരയായവർക്ക് നീതി ഉറപ്പാക്കുക എന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ ഗൗരവ് എന്ന പ്രേക്ഷകൻ പറയുന്നുണ്ട്, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഉൾപ്പെടെ ഉള്ള മഹാക്ഷേത്രങ്ങൾ രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനത്തിന്റെ അടിയിൽ കൊണ്ടുവരണം എന്ന്. ഒപ്പം ഇത്തരത്തിലുള്ള നിരവധി കമന്റുകൾ വരുന്നുണ്ട്. എന്തായാലും സമയപരിമിതി ഉള്ളതുകൊണ്ട് അത്തരം കമന്റ്സിലേക്കൊക്കെ തന്നെ നമുക്ക് പോകാം. അതിനു മുൻപ് ഡൽഹിയിലേക്ക് പോവുകയാണ്. ചൈനീസ് വിദേശകാര്യമന്ത്രി ഭാരതത്തിൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. അതിർത്തി തർക്കം ചർച്ചയാകും. വ്യാപാര ബന്ധം ശക്തമാക്കാൻ ചർച്ചകൾ നടക്കുമെന്നും സൂചനകൾ ഉണ്ട്. വിവരങ്ങളുമായി ശ്രീകാന്ത് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, നിർണായകമായ വരവാണ്. പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് ഇന്നലെ തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നതാണ്. എപ്പോഴാണ് കൂടിക്കാഴ്ച? ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി ഇതിനോടകം ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി വാങ് യി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. ഈ കൂടിക്കാഴ്ചയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. കാരണം ചൈനയുമായി നമ്മൾ തമ്മിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ മാത്രമല്ല, അതിർത്തി തർക്കമുണ്ട്, അങ്ങനെ മറ്റ് പല വിഷയങ്ങളുമുണ്ട്. അതിനപ്പുറം നിലവിൽ ട്രംപ് അമേരിക്കൻ ഭരണകൂടം ഇന്ത്യക്കെതിരെ ഏർപ്പെടുത്തിയിട്ടുള്ള ഈ കൂടിയ തീരുവ ഏർപ്പെടുത്തിയ ഒരു സാഹചര്യമുണ്ട്. ആ പശ്ചാത്തലത്തിൽ കൂടി വേണം ഇന്ത്യയും ചൈനയുമായുള്ള ഈ ഒരു തുറന്ന ചർച്ചയെ നമ്മൾ നോക്കിക്കാണേണ്ടത്. വാങ് യി പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിർത്തി തർക്കം ചർച്ചയാകും. ഒപ്പം തന്നെ ഈ സേനാ പിന്മാറ്റം അടക്കമുള്ളവ ചർച്ചയാകും എന്നുള്ളതും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. വ്യാപാര ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന, അത് കൂടുതൽ ദൃഢമാക്കുന്ന നിർണായകമായ വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ. അത് നിരവധി കരാറുകൾ ഇതിനോടകം തന്നെ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്നുള്ളതും മനസ്സിലാക്കാൻ കഴിയുന്നു. അങ്ങനെ ചൈനയുമായി ഒരു തുറന്ന ബന്ധം, ഒരുപക്ഷെ ഗാൽവൻ സംഘർഷത്തിന് ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരുപക്ഷെ ഇത്ര തുറന്ന ഒരു ചർച്ചയിലേക്ക് പോകുന്നു എന്നുള്ളത് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. മാത്രമല്ല, ചൈനയുമായി നമ്മൾ എല്ലാ തരത്തിലുള്ള അസ്വാരസ്യങ്ങളും മാറ്റിവെച്ച് ഒരു തുറന്ന സഹകരണത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതും ഈ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഗാൽവനിൽ നഷ്ടപ്പെട്ടു പോയ ഒരു വിശ്വാസമുണ്ട്, പരസ്പര വിശ്വാസമുണ്ട്. അത് വീണ്ടെടുക്കുക കൂടിയാണ് ഇത്തവണത്തെ ഈ ചൈനീസ് വിദേശകാര്യ മന്ത്രിയുടെ ഈ സന്ദർശനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയും ചൈനയും തമ്മിൽ അടുക്കുന്നത് അത്ര ശുഭകരമായ കാര്യമല്ല. ഒരുപക്ഷെ ഈ തീരുവ നമുക്കെതിരെ ചുമത്തിയത് പുനഃപരിശോധിക്കാൻ പോലും ഒരുപക്ഷെ അമേരിക്ക ഈ പുതിയ കൂട്ടുകെട്ടുകൾ മൂലം നിർബന്ധിതമായേക്കാം. ചൈനീസ് വിദേശകാര്യമന്ത്രിയുടെ ഭാരത സന്ദർശനം തുടരുകയാണ്. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച ഉണ്ടാകും എന്ന ഒരു റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. അതിർത്തി തർക്കം ചർച്ചയാകും. വ്യാപാര ബന്ധം ശക്തമാക്കാൻ ചർച്ചകൾ നടക്കുമെന്ന സൂചനകളുമുണ്ട്. ശ്രീകാന്താണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ബാബുശ്രീ എന്ന പ്രേക്ഷകൻ, അദ്ദേഹത്തിന് പറയാനുള്ളത് MV ഗോവിന്ദനോടാണ്. ഒരു പോക്കുകൂടി പോകണം മാധവ പൊതുവാളിന്റെ അടുത്തേക്ക് ഗോവിന്ദ എന്നാണ് അദ്ദേഹത്തിന് പറയാനുള്ളത്. തീർച്ചയായും പാർട്ടിയുടെ സമയവും അത്ര നല്ലതല്ല, അദ്ദേഹത്തിനും സമയം അത്ര നല്ലതല്ല എന്ന് തോന്നിക്കാണും. അതുകൊണ്ടായിരിക്കാം. എന്തായാലും നമുക്ക് മറ്റ് വാർത്തകൾ